ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ റമ്പാച്ചൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ദൈവം മനുഷ്യരെ വിളിക്കുന്നു. ആദമേ നീ എവിടെ എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ വിളിച്ച ആദ്യത്തെ വിളി. ആ വിളി എന്തിനു വേണ്ടിയായിരുന്നു? വിശുദ്ധ ജീവിതത്തിലേക്കും തന്നോട് ചേർന്നിരിക്കുവാനും തൻ്റെ വേല ചെയ്യുവാനും ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കും. ആദം എവിടെയാണ് ദൈവത്തിന് അറിയാം. അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് അവൻ ഒളിച്ചിരിക്കുകയാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്. നീ ഏതവസ്ഥയിലാണ്, നീ എങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം അന്ന് ആദമിനെ വിളിച്ചത്. അതുപോലെ വിശുദ്ധ വേദോസ്തുടനീളം ദൈവം മനുഷ്യരെ വിളിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയും. ശമൂവേൽ വാളനെ ദൈവം വിളിച്ചു, യെശയ്യാ പ്രവാചകനെ ദൈവം വിളിച്ചു, ഏലിയാവിനെ ദൈവം വിളിച്ചു, ഏലിശായെ ദൈവം വിളിച്ചു, പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ചു. അതുപോലെ ഇന്ന് നമ്മളെ ദൈവം വിളിക്കുന്നുണ്ടോ? നമ്മളെ ദൈവം വിളിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? എന്നെ നിങ്ങളെ ദൈവം എന്താ വിളിക്കാത്തത്? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ബൈബിളിലൊക്കെ ദൈവം നേരിട്ട് വന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിക്കുമ്പം ഇന്ന് രാവിലെ ദൈവം എന്താ നേരിട്ട് വന്ന് എന്നെ ഒന്ന് വിളിക്കാഞ്ഞത്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താ എന്നോടൊന്ന് പറയാഞ്ഞത്? ദൈവവിളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവം എങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത് എന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടപ്പിന് നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടപ്പ് വെന്തുപോകാതിരുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന് നടുവിലെന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകനാണ് മോശ. ദൈവം അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തന പുസ്തകത്തിന്റെ അവസാന വാക്യം നമ്മളെ പഠിപ്പിക്കും. ഇസ്രയേലിന്റെ വിമോചകനാണ്, ഏറ്റവും അനുഗ്രഹീതനായ പ്രവാചകനാണ്. ഈ പ്രവാചകനെ ദൈവം വിളിക്കുന്ന സംഭവമാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ സംഭവത്തിന് മുമ്പ് ഉണ്ടായ കാര്യങ്ങളൊക്കെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശ ഇസ്രയേൽ മാതാപിതാക്കളുടെ മകനായി ജനിച്ച വ്യക്തിയാണ്. അവൻ ദിവ്യ സുന്ദരനായിരുന്നു എന്നാണ് സ്തേഫാനോസ് ശമ്മാശന് മോശയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അവൻ സുന്ദരനായിരുന്നു എന്നല്ല, പിന്നെ ദിവ്യ സുന്ദരനായിരുന്നു. എന്താണ് ദിവ്യ സുന്ദരൻ? പുറമേ ഉള്ളൊരു സൗന്ദര്യത്തെക്കുറിച്ചല്ല, പിന്നെയോ അവിടെ ഒരു ആത്മീക സൗന്ദര്യത്തെക്കുറിച്ചാണ് സ്തേഫാനോസ് ശമ്മാശൻ വിവരിച്ചിരിക്കുന്നത്. ഒരു ദിവ്യ സൗന്ദര്യമുള്ളവൻ. നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ദിവ്യ സുന്ദരന്മാരാ. ദിവ്യ സുന്ദരന്മാരായിട്ട് അവർ വളർന്നു വരണം. അങ്ങനെ ഒരു പരിശീലനം അവർക്ക് കൊടുക്കണം. കുറച്ചു കഴിയുമ്പോൾ ശാരീരിക സൗന്ദര്യം കൂടുമെങ്കിലും ഈ ദിവ്യ സൗന്ദര്യം കുഞ്ഞുങ്ങളിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ മോശ ഒരു ദിവ്യ സുന്ദരനായിരുന്നു. അത് കഴിഞ്ഞ് ഫറവോന്റെ കൽപ്പന പ്രകാരം കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുമെന്നുള്ള കൽപ്പന കേട്ടാറേ മോശയെ ഞാങ്ങണ തൊട്ടിയിലാക്കി നൈൽ നദിയിൽ ഞാങ്ങണകളിടയിൽ ഒളിപ്പിച്ച് വെച്ചു.
ഫറവോന്റെ മകൾ വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് തൻ്റെ മകനാക്കി വളർത്തി. മോശയ്ക്ക് നല്ല മിസ്രയീമ്യ വിദ്യാഭ്യാസം ലഭിച്ചു. അവൻ ആയുധ പരിശീലനം ലഭിച്ചു. അവൻ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. അങ്ങനെ രാജകുമാരനായി ഫറവോന്റെ കൊട്ടാരത്തിൽ ഈജിപ്തിൽ അവൻ വളർന്നു വരികയാണ്. അവൻ എല്ലാ കാര്യത്തിലും തികവുള്ളവനാ. നല്ല വിദ്യാഭ്യാസമുള്ളവൻ, നല്ല ആരോഗ്യമുള്ളവൻ, ആയുധ പരിശീലനം പ്രാപിച്ചവൻ, എല്ലാം അവന് ലഭിച്ചു. പക്ഷെ മോശയെക്കുറിച്ച് എബ്രായലേഖനം പറയുന്നു, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിപ്പാൻ അവൻ ഇഷ്ടപ്പെട്ടു. മിസ്രയീം എന്ന ലോകത്തിലെ സമ്പൽ സമൃദ്ധമായ രാജ്യമാണ്. ധാരാളം നിക്ഷേപങ്ങൾ, ധാരാളം ധനം, ലൗകികമായ ആഡംബരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ മോശ അതൊക്കെ മറന്നു. എന്താണ്? എൻ്റെ ജനം ഈ ദേശത്ത് കഷ്ടപ്പെടുന്നു, അവരുടെ കഷ്ടതയിൽ എനിക്കും പങ്കുചേരണം, അവരെ വിടുവിക്കണം എന്നൊരാഗ്രഹം മോശയ്ക്ക് ഉണ്ടായി. ഇപ്പൊ ഞാൻ മുഖാന്തരം യഹോവ എന്നിലൂടെ അവർക്ക് രക്ഷ കൊടുക്കുമെന്ന് അവരറിയണം. അവർക്ക് രക്ഷ കൊടുക്കാനായി യഹോവ എന്നെ വിളിച്ചിരിക്കുന്നെന്ന് ഈ ജനം അറിയണം. എന്നിട്ട് മോശ ആദ്യം ചെന്ന് 2 ഇസ്രായേൽക്കാർ തമ്മിൽ വഴക്കുണ്ടായപ്പം അവരോട് പറഞ്ഞു, സഹോദരങ്ങളെ, അവിടെയാണ് ഒരു മിസ്രയീമിനും ഇസ്രായേൽക്കാരും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അവിടെയാണ് മോശ ചെന്ന് മിസ്രയീമിനെ അടിച്ചു. മിസ്രയീമൻ കൊല്ലപ്പെട്ടു. മോശയും മണ്ണിനകത്ത് മിസ്രയീമിനെ ശവശരീരം മൂടി. അത് കഴിഞ്ഞാണ് ഈ 2 ഇസ്രായേൽക്കാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ മോശ ചെന്ന് അവരോട് പറഞ്ഞു, സഹോദരങ്ങളെ, നമ്മൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നമ്മൾ സഹോദരങ്ങളല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാള് മോശയോട് പറയാണ്, നീ ആ മിസ്രയീമിനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാനാണോ പരിപാടി എന്ന് ചോദിച്ചു. ഇത് കേട്ട് മോശ നിരാശപ്പെട്ടു. മോശ ഭയപ്പെട്ടു. ഞാൻ ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് മാത്രമല്ല, ഞാൻ ആരെ വിടുവിക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചോ ആ ജനം എന്റെ നേരെ വിരൽ ചൂണ്ടി കുറ്റം ആരോപിക്കുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നു. ആ നിരാശയും അതുപോലെ ഭയവും എല്ലാം ബാധിച്ച് ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മോശ അന്ന് മിസ്രയീം വിട്ട് ഓടിപ്പോയി. മിദ്യാനി ചെന്നു. പുരോഹിതനായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അവിടെ ജീവിക്കുകയാണ്. ഇത്രോവിന്റെ മകളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ജീവിതത്തിൽ 40 സംവത്സരം, 40 വർഷക്കാലം മോശ ഈ നിരാശയിലും ഈ ഭാരത്തിലും ഈ പിന്മാറ്റത്തിലും ഒക്കെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെയാണ് ആടുകളെ മേയിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം മോശ ചെന്നു. മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം മോശ ചെന്നു. എവിടെയാ ദൈവത്തിന്റെ പർവ്വതം? ദൈവത്തിന്റെ പർവ്വതം എപ്പോഴും മരുഭൂമിക്ക് അപ്പുറത്താണ്. മരുഭൂമിക്ക് അപ്പുറത്താണ് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ്. മരുഭൂമി എന്നുള്ളത് നമുക്കറിയാം കഷ്ടതയാണ്. അത് വലിയ ആഴമായ സങ്കടങ്ങളാണ്, ആഴമായ ഏകാന്തതയാണ്. കുടിക്കുവാൻ വെള്ളമില്ലാത്ത, ആഹാരമില്ലാത്ത ജീവിതത്തിന്റെ വരണ്ട അനുഭവങ്ങളാണ്. കൂട്ടിനാരുമില്ലാത്ത, സ്നേഹിതരില്ലാത്ത, ഭാരം വഹിക്കാൻ ആരുമില്ലാത്ത ഏകാന്തതയുടെ തടവറയാണ് ഇതായി മരുഭൂമി. അപ്പൊ ഈ അനുഭവങ്ങളോട് ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിശ്ചയം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും. ദൈവം നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹിക്കും. അതിനൊരു ആരംഭം മാത്രമായിട്ട് ഈ മരുഭൂമിയെ കാണുകയാണ് വേണ്ടത്. മരുഭൂമിക്ക് അപ്പുറത്താണ് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ്. അവിടെയാണ് മോശ തന്റെ ആടുകളുമായിട്ട് ചെന്നത്. ഇതുപോലെ മറ്റൊരു പ്രവാചകനെ കാണുന്നുണ്ട്, ഏലിയാ പ്രവാചകൻ. ഏലിയാ പ്രവാചകൻ മരുഭൂമിയിൽ കൂടെ ഓടുന്നുണ്ട്. എന്തിനാ ഓടിയത്? ഇസബേൽ രാജ്ഞി കൽപ്പന പുറപ്പെടുവിച്ചു, നാളെ ഈ നേരമാകുമ്പോൾ ഏലിയാവെ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന്. ഏലിയാവ് ഭയപ്പെട്ടു. ഏലിയാവ് നിരാശപ്പെട്ടു. അവൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ ഓടി 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 ചൂരച്ചെടി തണലിൽ തളർന്നു വീണു. അവൻ വിളിച്ചു പറഞ്ഞു, മതി യഹോവേ, എനിക്ക് ജീവിച്ചതൊക്കെ മതി. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ല, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് അവൻ മരിപ്പാനായിട്ട് ഇച്ഛിച്ചു. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, മരുഭൂമിയിൽ കൂടെ ദൈവം നടന്നു വന്നു. അവനെ തട്ടി ഉണർത്തി. അവന് അപ്പവും വെള്ളവും കൊടുത്ത് ബലപ്പെടുത്തിയിട്ട് പറഞ്ഞു, 40 രാവും 40 പകലും
അവനെ നടത്തി ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം എത്തിച്ചു. മരുഭൂമിക്ക് അപ്പുറത്താ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ്. മരുഭൂമി കൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിശ്ചയം ഹോറേബിനോടടുത്താണ് നിങ്ങൾ. നിശ്ചയം വേഗം നിങ്ങൾ ഹോറേബിൽ എത്തിച്ചേരും. നിങ്ങൾ ദൈവത്തെ മുഖാമുഖം കാണും. ഇങ്ങനെയാണ് മോശ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ദൈവവിളിയുടെ ശബ്ദം എന്താണ് കണ്ടെന്നറിയാമോ? ദൈവം നേരിട്ട് വിളിച്ചൊന്നുമില്ല. നമ്മൾ കാണുന്നത് മോശ ഒരു കാഴ്ച കണ്ടു. ഒരു മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തും. അത് സാധാരണ കാഴ്ചയാണ്. ആടുകളെ മേയ്ക്കുന്ന ആളുകൾ നിത്യം കാണുന്ന കാഴ്ചയാണ്. കാടുകളിലൊക്കെ അവിടെയാണ് കാട്ടുതീ കൊണ്ട് മരങ്ങളും മുൾപ്പടപ്പുകളും ഒക്കെ കത്തുന്ന കാഴ്ച. വനത്തിൽ തീയ് അല്ലെങ്കിൽ കാടുകളിൽ തീയ് ധാരാളം കാണുന്ന കാഴ്ചയാണ്. നിത്യജീവിതത്തിന്റെ യഥാർത്ഥ സംഭവം മാത്രമാണ്. പക്ഷെ മോശ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. സൂക്ഷ്മതയോടെ നോക്കി. അപ്പൊ എന്ത് കണ്ടറിയാമോ? തീ പിടിച്ച് കത്തുന്നുണ്ടെങ്കിലും ഈ മുള്ളുകളൊന്നും എരിഞ്ഞു പോകുന്നില്ല. മുള്ളുകൾ എരിഞ്ഞു പോകാതെ മുൾപ്പടപ്പ് കത്തുന്ന ഈ ഒരു കാഴ്ച എന്തെന്ന് അറിയേണ്ടതിന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു. ദൈവം സാധാരണ സംഭവങ്ങളിലൂടെ നമ്മളെ വിളിക്കുന്നു. നമ്മളൊരു അസാധാരണ സംഭവം നോക്കിയിരിക്കുക. ദൈവം നേരിട്ട് പ്രത്യക്ഷമായി വിളിക്കുന്നതൊക്കെ നോക്കിയിരിക്കുക. അങ്ങനെയൊന്നുമല്ല ദൈവം വിളിക്കും. ദൈവം പലപ്പോഴും സാധാരണ സംഭവങ്ങളിൽ കൂടെ വിളിക്കും. പക്ഷെ എന്താണ്? നാം ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം, നാം മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. ദൈവം സാധാരണ സംഭവങ്ങളിൽ കൂടെ വിളിക്കും. നമ്മളിന്ന് കേട്ടൊരു പാട്ട്, നമ്മളിന്ന് കേട്ടൊരു തിരുവചനം, നമ്മൾ കടന്നു പോകുമ്പോൾ കണ്ട ഒരു അപകടം, അല്ലെങ്കിൽ ഒരു വേദനയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ അനുഭവം ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞത്, ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒരു വ്യക്തി നമ്മളോട് പങ്കിട്ടത്, ഒരു മരണം, ഇതിലൂടെയൊക്കെ ദൈവം എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയോ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താ? ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നില്ല. മോശ ഒരു സാധാരണ സംഭവമാണ് കണ്ടത്. ഐസക് ന്യൂട്ടൻ ഒരിടത്തിരിക്കുമ്പോൾ ഐസക് ന്യൂട്ടന്റെ തലയിൽ ഒരു ആപ്പിള് വീണു. അതൊരു സാധാരണ സംഭവമാണ്. ആപ്പിളല്ല, തലേ തേങ്ങ വീണൊരു വരെയുണ്ട്, ചക്ക വീണ ആളുകൾ വരെയുണ്ട്. ഒന്നും ചിന്തിച്ചില്ല. അത് ചക്ക വീണു, തേങ്ങ വീണു, തല തിരുമി, അല്ലെ തല പൊട്ടി എന്ന് മാത്രം. പക്ഷെ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചു, എന്താണ് ഇതിന്റെ കാരണം? അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. എന്താണ് ഈ സംഭവത്തിന്റെ കാരണം? എന്തുകൊണ്ട് ആപ്പിള് താഴേക്ക് വീണു, എന്തുകൊണ്ട് മേളിലോട്ട് പോയില്ല എന്നൊക്കെ അയാൾ ചിന്തിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ടാണ് ശാസ്ത്രത്തെ പോലും മാറ്റിമറിക്കുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾ ആ മനുഷ്യൻ കണ്ടുപിടിച്ചത്. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ആ നിയമം കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. നമ്മൾക്ക് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദൈവം നമ്മളെ ഓരോ ദിവസവും വിളിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇവിടെയാണ് മോശ ചെന്ന് നോക്കുമ്പോൾ ഒരു കാര്യം എന്താണ്? മുൾപ്പടപ്പ് തീ പിടിച്ച് കത്തുന്നുണ്ടെങ്കിലും മുള്ളുകൾ എരിയുന്നില്ല. ഇതെന്താണെന്ന് അറിയേണ്ടതിന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ചെന്നപ്പോൾ അപ്പോൾ ദൈവം പ്രത്യക്ഷമായി. ദൈവം അതുവരെ മുൾപ്പടപ്പിലൊന്നും ഇല്ലായിരുന്നു. ദൈവം അപ്പോൾ മുൾപ്പടപ്പിൽ പ്രത്യക്ഷമായിട്ട് മോശേ മോശേ എന്ന് വിളിച്ചു. ശ്രദ്ധിക്കുന്നവരെ ദൈവം വിളിക്കും. അനുദിന ജീവിതത്തിന്റെ സാധാരണ സംഭവങ്ങളിൽ ഒരു ദൈവത്തിന്റെ ഇടപെടിയിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഇടപെടിയിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ദൈവം അതിലൂടെ നമ്മളെ വിളിക്കും. മോശേ മോശേ എന്ന് വിളിച്ചു. നമ്മൾ പാടുന്നുണ്ട്, മുൾമരമേരിയ ദരിതീതൻ നടുവിൽ കണ്ടതുപോ ചിന്മയനാമറിയ മിൽവസി ശരീരം പൂണ്ടു അതിനാൽ പങ്ങവുമാ കന്യാ വ്രതമുദ്രേ കൊണ്ട. ഈ
ഈ സംഭവത്തിന്റെ ഒരു മനോഹരമായ ഉപമാനമാണത്. അവിടെയാൾ മുൾമരം എരിയാതെ എരുതി തൻ നടുവിൽ കണ്ടതുപോലെ കന്യയാകുന്ന മറിയാമിൽ കർത്താവ് വന്ന് വസിച്ചു. എങ്കിലും അവളുടെ കന്യാവൃദ്ധ മുദ്രയ്ക്ക് ഒരു ഭംഗവും ഉണ്ടായില്ല. അത് മനോഹരമായൊരു ദൃഷ്ടാന്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കത്തുന്ന മുൾപ്പടപ്പ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് പഠിപ്പിക്കുന്നത്, നീ തീ കൊണ്ട് കത്തപ്പെട്ടാലും നീ എരിയാതെ വണ്ണം നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. മോശ തീരി കത്തിക്കൊണ്ടിരിക്കുക. അനവധിയായ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഉള്ളിലെ നിരാശകൾ, കത്തുന്ന അനുഭവമാണ്. മിസ്രയീമിലെ രാജകുമാരനായി വാഴേണ്ടവൻ, മിസ്രയീമ വിദ്യാഭ്യാസം ലഭിച്ചവൻ, മിസ്രയീമിലെ നിക്ഷേപങ്ങളുടെ കലവറക്കാരൻ ഇന്ന് ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമി കൂടൊക്കെ നടക്കുകയാണ്. തീ കത്തുന്ന അനുഭവം. നീ കത്തിയാലും നീ എരിയാതെ വണ്ണം കാക്കുന്നൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നാണ് മോശയെ ദൈവം പഠിപ്പിക്കുന്നത്. പ്രശ്നങ്ങൾ അനവധി നിനക്കുണ്ടാകും, പക്ഷെ എന്താ, നീ എരിഞ്ഞു പോകാതെ വണ്ണം ദൈവം നിന്നെ കാത്തുകൊള്ളുമെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ അത് വിവരിക്കുകയാണ്. നീ തീയിൽ കൂടെ നടന്നാലും വെന്തുപോകത്തില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കത്തില്ല, നദികളിൽ കൂടെ കടക്കേണ്ടി വരും, പക്ഷെ നീ മുങ്ങിപ്പോകത്തില്ല. ഇതാണ് മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്ന പ്രഥമ ദൃഷ്ടാന്തം. മോശയ്ക്ക് വേണ്ടത് ഇപ്പം ഒരു ഉറപ്പാണ്, ഒരു ആത്മബലമാണ്, ഒരു ആത്മീയ ശക്തിയാണ്, നിരാശകളിൽ നിന്നുള്ള മോചനമാണ്. ദൈവം വ്യത്യസ്തരായ മനുഷ്യരോട് വ്യത്യസ്തമായ രീതിയിലാണ് ഇടപെടുന്നത്. മോശയെ വിളിച്ചതുപോലല്ല നിങ്ങളെ വിളിക്കാൻ പോകുന്നത്. നിങ്ങളെ വിളിക്കുന്നത് പോലല്ല എന്നെ വിളിക്കുന്നത്. എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, എൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞ്, എൻ്റെ അവസ്ഥ അറിഞ്ഞ് അതിന് തക്കവണ്ണമുള്ള ട്രീറ്റ്മെന്റാ ദൈവം തരുന്നത്. മോശെ കൊടുക്കുന്ന ആദ്യത്തെ ട്രീറ്റ്മെന്റ് ഇതാണ്: നീ കത്തുന്നുണ്ട്, പക്ഷെ എന്താ, നീ എരിയത്തില്ല മോശേ, നീ നശിക്കത്തില്ല മോശേ, എരിഞ്ഞ് താഴെ വീഴത്തില്ല മോശേ എന്നാണ് മോശയോട് ദൈവം പറയുന്നത്. ശന്ദ്രക്കിനെയും മേശക്കിനെയും അബേദ്നഹോവിനെയും എരിയുന്ന തീച്ചൂളയിൽ രാജാവ് കൊണ്ടിട്ടു. പക്ഷെ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു. 3 പേരെ ഇട്ടെങ്കിലും കൂടെ എന്താണ്, ഇതൊരു ദൈവപുരുഷൻ. അതാരാണ് ദൈവപുരുഷൻ അറിയാമോ? പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ ദൈവപുരുഷൻ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ഇമ്മാനുവേലായ യേശുവാണ്. അവൻ ദൈവപുത്രനായിരുന്നു. ദൈവപുത്രനായ യേശു ഇറങ്ങി വന്നിരിക്കുന്നു. മനുഷ്യന്റെ സങ്കടങ്ങൾ പെരുകി വരുമ്പം ദൈവം ഇറങ്ങി അവന്റെ കൂടെ വരും, അവനോട് കൂടെ ആയിരിക്കും. ആ യേശുവിന്റെ സാന്നിധ്യം എന്താണ്, അവരുടെ തീച്ചൂളയുടെ ചൂടിനെ എല്ലാം മാറ്റിക്കളഞ്ഞു. അവർ സുന്ദരമായൊരു പാട്ട് ആ തീച്ചൂളയിൽ കിടന്ന് പാടിയെന്നാ പറയുന്നത്. ഒരു സ്തോത്രഗീതം അവർ പാടി, 3 പൈതങ്ങളുടെ പാട്ട് എന്ന്. അവിടെയാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പത്രോസ് അതുപോലെ ശിഷ്യന്മാരൊക്കെ കടലിന്റെ നടുക്ക് കടന്നിങ്ങനെ തിരമാലകളാലും ഓളങ്ങളാലും കൊടുങ്കാറ്റാലും ഭാരപ്പെടുമ്പോ യേശു കടലിന്റെ പുറത്തൂടെ നടന്നു വരും. കടലിന്റെ പുറത്തൂടെ നടന്നു വരും. എനിക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസമായി കടലും, എനിക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയായി കടലും. ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നില്ലേ? എനിക്ക് തരണം ചെയ്യാൻ കഴിയാത്ത കടലും തിരമാലകളും ഓളങ്ങളും ഒക്കെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നില്ലേ? നീ നോക്കിക്കേ, അതിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നൊരു കർത്താവ് എന്നോട് പറയാണ്, നിന്റെ പ്രതിസന്ധികൾ എത്ര ഉയരത്തിലാണെങ്കിലും, നിന്റെ പ്രശ്നങ്ങൾ എത്ര ഭയങ്കരമാണെങ്കിലും, ഞാനിതാ അവയൊക്കെയും എൻ്റെ കാൽ കീഴാക്കി നിന്റെ അടുത്തോട്ട് നടന്നു വരികയാ. ഞാൻ അവയൊക്കെ കാൽ കീഴാക്കി നിന്റെ അടുത്തോട്ട് നടന്നു വരികയാ. നിന്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിനക്ക് കഴിയത്തില്ലെങ്കിലും എനിക്ക് കഴിയും, എനിക്കത് കഴിയും. നീ എന്നിൽ വിശ്വസിക്ക്. പത്രോസേ, ധൈര്യത്തോടെ ഇറങ്ങിക്കോ, വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോ. ഉയരമുള്ള തിരമാലകൾ നിന്നെ പേടിപ്പിക്കരുത്, ഭയങ്കര കൊടുങ്കാറ്റുകൾ നിന്നെ പേടിപ്പിക്കരുത്. നീ ശക്തിയോടെ മുന്നോട്ട് എന്നെ നോക്കി നടക്ക്, നീ ഒരിക്കലും മുങ്ങിപ്പോകത്തില്ല. മുങ്ങിപ്പോകാതെ വണ്ണം തിരമാലകളെയൊക്കെ അവൻ മാറ്റുന്നില്ല പെട്ടെന്ന്, അതൊക്കെ ഉണ്ട് അവിടെ. അവൻ നദിയെല്ലാം വറ്റിച്ചു കളയുന്നൊന്നുമില്ല, അതുമുണ്ട് അവിടെ. തീയെല്ലാം കെടുത്തിക്കളയുന്നുമില്ല, അതുമുണ്ട് അവിടെ. പക്ഷെ എന്താണ്, അതിന് നടുവിൽ കൊടുക്കുന്നൊരു വിടുതലുണ്ട്. നടുവിൽ കൊടുക്കുന്നൊരു വിടുതലുണ്ട്.
ദൈവം തരുന്ന പ്രധാനപ്പെട്ട വിടുതൽ അങ്ങനെയാണ്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുമായിരിക്കും, രോഗത്തിൽ നിന്ന് വിടുവിക്കും, രോഗം മാറ്റിക്കളയും, എൻ്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കും, അങ്ങനെ ചെയ്യുന്നുണ്ട് ദൈവം. പക്ഷെ അതിലുപരിയായി വേറൊരു വിടുതലുണ്ട്. അതറിയാമോ? പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം തരുന്ന ഒരു വിടുതലുണ്ട്. അതാണ് മഹത്തായ വിടുതൽ. അതാണ് ദൈവകൃപയുടെ വിടുതൽ. എന്റെ പ്രശ്നം എടുത്തു മാറ്റത്തില്ല, പിന്നെന്താണ്? എന്റെ നടുവിൽ ഒരു വിടുതൽ തരും. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു, കർത്താവേ, ജഡത്തിൽ നിന്നൊരു ശൂലമെന്ന് എടുത്തു കളയണമേ. ഒരു രോഗമാണ്, എനിക്കൊരു രോഗമുണ്ട്. അത് ഏത് രോഗമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ചുടലിദീനമായിരിക്കാം, കണ്ണിന്റെ കാഴ്ചക്കുറവായിരിക്കും. ഇതൊക്കെ പൗലോസിനെ അലട്ടിയ ചില പ്രശ്നങ്ങളാണ്. കണ്ണിന്റെ കാഴ്ചക്കുറവായിരിക്കാം. കർത്താവെ, ഈ രോഗമെന്ന് എടുത്തു മാറ്റിയാൽ എത്ര കൂടുതൽ അധികമായി നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചേനെ, എത്ര അധികമായി നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നു. കർത്താവ് പറഞ്ഞെന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി. അതവിടെ ഇരുന്നോട്ടെ. അതവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നീ പ്രയോജനമുള്ള ദാസനായി തീർന്നത്. അതുള്ളത് കൊണ്ടാണ് നീ പ്രയോജനമുള്ള ദൈവമകനായിട്ട് ഇരിക്കുന്നത്. അതവിടെ ഇരുന്നോട്ടെ. പകരം എന്ത് തരാം? കൃപ തരാം. അത് പകരം കൃപ തരാം. പൗലോസ് അതോട് പറഞ്ഞു, അവന്റെ കൃപ, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപ നമുക്ക് തരുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ എടുത്തു മാറ്റും, അല്ലെങ്കിലോ പ്രശ്നങ്ങൾ അവിടെ വെച്ചോണ്ട് എന്താണ് നടുവിൽ അതിനെ തരണം ചെയ്യുന്ന, അതിനെ കവിയുന്ന ഒരു കൃപ കൊണ്ട് നിറയ്ക്കും. പൗലോസ്ലീഹയ്ക്ക് ഇഷ്ടം ഈ കൃപയായിരുന്നു. കൃപയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം എഴുതിയത്. ദൈവത്തിന്റെ കൃപയെക്കുറിച്ചാണ് പൗലോസ് ഏറെ ആഗ്രഹിച്ചത്. അവിടെയാണ് എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും അതിനെ തന്റെ കാൽക്കീഴാക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ അടുത്തേക്ക് നടന്നു വരും. അതേ കർത്താവെ, നിനക്കത് കഴിയും. അതിന് നടുവിലൂടെ എന്നെ നടത്താൻ നിനക്ക് കഴിയുമെന്ന് നാം കാണുകയാണ്. ഇത് തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനം ഏത് സമയം എന്നറിയാമോ? ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ. അങ്ങനെ തുടങ്ങുന്ന ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ. യെശയ്യാ പ്രവാചകൻ യെരൂശലേമിൽ ജീവിച്ചിരുന്ന പ്രവാചകനാ. പ്രവാചകനോട് ഏറ്റവും സ്നേഹമുള്ള ഒരു രാജാവായിരുന്നു ഉസ്സിയ. അദ്ദേഹം മരിച്ചു. ഇനി അടുത്ത രാജാവാരാ? ഭരണങ്ങൾ എങ്ങനെ നടക്കും? ദൈവജനത്തിന് പീഡനമുണ്ടാകുമോ? ഈ ചിന്തകളൊക്കെ യെശയ്യാവിനെ മതിക്കുന്നുണ്ട്. തനിക്ക് പ്രിയപ്പെട്ട രാജാവ് ഈ ലോകം വിട്ടു പോയതിന് നിരാശയോടെ അദ്ദേഹം ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ ഒരു ദർശനം കണ്ടു. എന്താ? ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ യഹോവയ ദൈവം ഇരിക്കും. യെശയ്യാവേ, ഈ ഭൂമിയിലെ രാജാക്കന്മാർക്കൊരു സിംഹാസനമുണ്ട്. പക്ഷെ ആ സിംഹാസനത്തെക്കാൾ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന വേറെ സിംഹാസനമുണ്ട്. അവിടെ യഹോവ ഇരിക്കുന്നുണ്ട്. ഭൂമിയിലെ ഭരണങ്ങളൊക്കെ മാറും. ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ നാട് നീങ്ങും. ഭൂമിയിലെ ഭരണകർത്താക്കളൊക്കെ വ്യത്യസ്ത രീതിയിൽ ഇടപെടും. പക്ഷെ എന്താണ്? ഇതിൻ്റെയൊക്കെ മുകളിൽ യഹോവയുടെ ഭരണമുണ്ട്. യഹോവയുടെ ഭരണമുണ്ട്. അതാണ് പ്രവാചകൻ കൊടുക്കുന്ന സമാധാനം. നീ ഭൂമിയിലെ രാജാക്കന്മാർ മരിച്ചതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. എന്താണ്? ഇതിനേക്കാളൊക്കെ ഉയർന്നൊരു സിംഹാസനത്തിൽ യഹോവയാൻ ദൈവം ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കത്തുന്ന മുൾപ്പടപ്പ് പഠിപ്പിക്കുന്ന ഒരു പാഠം, അനവധി പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകും. പക്ഷെ എന്താണ്? എരിഞ്ഞു പോകാതെ വണ്ണം നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത് ഈ കത്തുന്ന മുൾപ്പടപ്പ് നമ്മളെ ഓർപ്പിക്കുന്നത്, മുൾപ്പടപ്പ് ഇസ്രയേലാണ്, തീയ ദൈവ സാന്നിധ്യമാണ്. മുൾപ്പടർപ്പ് ഇസ്രയേലാണ്, തീയ ദൈവ സാന്നിധ്യമാണ്. ദൈവം നൽകുന്ന സമാധാനത്തിന്റെ ഒരു വ്യത്യസ്തമായ ദർശനമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ബൈബിൾ ഉടനീളം കാണാൻ കഴിയുന്ന വാക്കാ സമാധാനം. ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ കാണുമ്പോൾ അദ്ദേഹം പറയും ഷാലോം എന്ന് പറയും. അതിന്റെ അർത്ഥം സമാധാനമെന്ന. കന്യകമറിയത്തിന്റെ അടുത്ത് ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് ഷാലോം, നിനക്ക് സമാധാനം. യഹൂദന്മാരുടെ അഭിവാദ്യവാക്യമാണ്. നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ, ഗുഡ് ഈവനിങ് പറയുന്നത് പോലെ ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ കാണുമ്പോൾ പറയുന്ന വാക്കാണ് ഷാലോം, സമാധാനം. സമാധാനം അനുഭവിച്ചിട്ടില്ലാത്ത ജാതി,
എന്നിട്ടും അവരിപ്പോഴും സമാധാനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമാധാനമാണ് അവരുടെ പ്രത്യാശ. എന്താണ് ബൈബിൾ പറയുന്ന സമാധാനം? ആ സമാധാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഐറീനി എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. ഐറീനി, അതിനർത്ഥം നിരപ്പ് എന്നാണ്. സമാധാനത്തിന്റെ യഥാർത്ഥമായ അർത്ഥം നിരപ്പെന്ന്. എന്തോ നിരപ്പാണ്? ദൈവത്തോട് നിരപ്പ്, അതാ സമാധാനം. ദൈവ സാന്നിധ്യം, അതാണ് സമാധാനം. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സംഭവങ്ങളല്ല നമ്മുടെ സമാധാനത്തെ നിയന്ത്രിക്കുന്നത്. പിന്നെന്താണ്? ദൈവത്തോട് ചേർന്ന ജീവിതമാണ് നമുക്ക് സമാധാനം തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളോ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ അല്ല ഒരു ജീവിതത്തെ സമാധാനപരമാക്കുന്നത്. പിന്നെ എന്താണ്? ദൈവത്തോടുള്ള നിരപ്പ്. ദൈവത്തോട് നിരന്നൊരു ജീവിതം നിനക്കുണ്ടെങ്കിൽ നിനക്ക് സമാധാനമുണ്ട്. സംഭവങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ, സംഭവങ്ങൾ പലത്. ഇന്നുള്ള സംഭവം ഒന്ന്, നാളെ വേറെ സംഭവം. ഇന്ന് സന്തോഷം, നാളെ ദുഃഖം. അത് മാറി മറിഞ്ഞും വരും. അതെന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ എന്താണ്? സ്ഥിരമായി ദൈവത്തോടുള്ള ഒരു നിരപ്പിന്റെ ജീവിതം നമുക്കുണ്ടെങ്കിൽ അതാണ് സമാധാനം. ആ സമാധാനമാണ് കർത്താവ് പറഞ്ഞത്. അത് കന്യകമറിയത്തോട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം. എന്താ സമാധാനം? കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ, അതാ സമാധാനം. അവിടെയാണ് അത് രസകരമായി തോന്നും. അന്ന് ആ സമാധാനം പറഞ്ഞ സമയം മുതൽ ഭൗമികമായി കന്യകമറിയത്തിന് സമാധാനം എല്ലാം അങ്ങ് പോയി. ലോകപരമായി കന്യകമറിയാം എന്ന പെൺകുട്ടി അനുഭവിച്ച മുഴുവൻ സമാധാനവും പിന്നില്ലാതായി. എന്താണ്? അവൾ ഗർഭിണിയായി. ലോകം അപവാദം പറയാൻ തുടങ്ങി. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ പോലും അവളെ സംശയിച്ചു. പിന്നെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇടമൊന്നും കിട്ടിയില്ല. എവിടെയോ കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നെ ഒരു കാലിത്തൊഴുത്തിക്കൊണ്ട് കുഞ്ഞിനെ കിടത്തി. പിന്നെ അത് കഴിഞ്ഞ് ആ സമയം തന്നെ പ്രസവിച്ച ഉടനെ തന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഈജിപ്തിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഓടേണ്ടി വന്നവൾ, വിശ്രമിക്കാൻ പോലും ഇടമില്ലാതെ തന്റെ കുഞ്ഞിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിയവൾ. പിന്നെ അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് വളർന്ന് ലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടി പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാൻ ഭാഗ്യം കിട്ടാഞ്ഞൊരമ്മ ആ കുഞ്ഞിനെ തേടി ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. ഒന്ന് കാണാൻ നിൽക്കുന്നു, അമ്മ നിൽക്കുന്നു എന്ന് ശിഷ്യന്മാര് പറയും. പക്ഷെ അപ്പം പോലും ഒന്ന് കിട്ടത്തില്ല കുഞ്ഞിനെ കാണാൻ. ഒടുവിലിതാ 33 വയസ്സിൽ തന്റെ ഏകജാതനായ മകന്റെ മരണം കണ്ടുകൊണ്ട് ക്രൂശിന്റെ ചുവട്ടിലിരുന്ന ഒരമ്മ. ഞാൻ പറഞ്ഞു, ലോകപരമായി എന്താണ് ഈ സമാധാനം കൊടുത്തു കഴിഞ്ഞ് അമ്മയുടെ സമാധാനം എല്ലാം പോയി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തൊരു സമാധാനം ഈ അമ്മ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവൾ കൃപ ലഭിച്ചവളാണ്. എന്താണ് സമാധാനം? കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നിനക്ക് സമാധാനം. മോശേ, ദൈവ സാന്നിധ്യമാണ് നിനക്ക് സമാധാനം തരുന്നത്. നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ ആയുധ പരിശീലനത്തിന് മികവോ നിന്റെ ധനമോ ഒന്നുമല്ല നിന്നെ സമാധാനമുള്ളവനാക്കുന്നത്. പിന്നെന്താണ്? ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സമാധാനമെന്ന് മോശയോട് പറയുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 33 വാക്യത്തിൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 33 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ഞാൻ എന്നൊരു പദമുണ്ട്. അത് ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്ന പദമാണ് ഞാൻ. മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോന് മുമ്പിൽ ചെന്ന് എന്റെ ജനത്തെ വിടുവിക്കുവീനെന്ന് എന്റെ ദൈവം പറഞ്ഞെന്ന് പറയുമ്പം ഫറവോൻ ചോദിക്കും, ഏത് ദൈവമാണ് നിന്നെ അയച്ചത്? കാരണം മിസ്രൈമിൽ ഒത്തിരി ദൈവങ്ങളുണ്ട്. ബാൽപ്പയോരാണോ കേമോസ് ആണോ, ഏത് ദൈവമാണ് അയച്ചത്? ദൈവത്തിന്റെ പേരെന്ന്. മോശയ്ക്ക് ദൈവത്തിന്റെ പേര് അറിയത്തില്ല. ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരൊന്ന് പറ, ഏത് ദൈവമാണ്? ഞാനാകുന്നവൻ ഞാനാകും. ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചത് നീ എന്ന് പറ. അപ്പൊ ദൈവത്തിന്റെ പേരാണ് ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളത്. അത് എബ്രായ ഭാഷയിൽ എഴുതുമ്പോഴാണ് യഹോവ എന്നൊരു പേര് ഉണ്ടാകുന്നത്. ഞാനാകുന്നവൻ. എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഒറ്റൊരു ഞാനേ ഉള്ളൂ, ഒറ്റ അഹം.
ഒറ്റ അത് ഞാനാ. എന്നിൽ നീ ആകുമ്പോഴാണ് നിനക്ക് എന്താണ് ഒരു അസ്തിത്വമുണ്ടാകുന്നത്. നീ എന്നിൽ ജീവിക്കുമ്പോഴാണ് നിനക്കൊരു വിലയുണ്ടാകും. ഒരു ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ. ഒന്നില്ലാതെ എത്ര സീറോ നീ ഇട്ടാലും ഒരു വിലയില്ല. എന്നോടുകൂടെ നീ കുറെ സീറോ ഇട, അപ്പൊ എന്താണ് നിനക്ക് വിലയുണ്ടാകുമെന്ന്. അപ്പൊ ദൈവം ആരാണെന്നുള്ളതിന്റെ ചിന്തയാണ് ഞാനാകുന്നു. ആ ഞാൻ എന്ന് യോഹന്നാൻ സുവിശേഷം ഉടനീളം പറഞ്ഞു. ഞാൻ എന്താകുന്നു? ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും, ഞാനാകുന്നു എന്നുള്ളതിന് ഇടയ്ക്ക് ഒരു വിശദീകരണം പറയുന്നു മാത്രം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകും. ഇങ്ങനെ ഞാൻ എന്നുള്ള പദത്തിന് ഒത്തിരി വിശദീകരണം യോഹന്നാൻ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എന്താണ്, പക്ഷെ അതല്ല നിങ്ങൾക്ക് പ്രശ്നം. ഞാൻ കൂടില്ലേ, ഞാൻ നിങ്ങളുടെ കൂടില്ലേ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ലോകത്തെ ജയിച്ചവനായ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളല്ല, പിന്നെന്താണ്? കർത്താവിന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് പ്രശ്നവും വരട്ടെ എനിക്കങ്ങ് സമാധാനമാ. യഥാർത്ഥ സമാധാനം ഞാൻ അപ്പോൾ മാത്രമാണ് അനുഭവിക്കുന്നത്. ആ സമാധാനത്തെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഇങ്ങനെ: എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലല്ല. സമാധാനം ഞാൻ തന്നേച്ചു പോകും. എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലല്ല. ഈ ഒരു സമാധാനമാണ്. എന്താണ്? മുൾപ്പടപ്പ് കത്തുന്ന അഗ്നിയിൽ എന്ന് മോശയോട് പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ മുൾപ്പടപ്പാണ്, ഞാൻ അഗ്നിയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എൻ്റെ സാന്നിധ്യമാണ് നിന്നെ സമാധാനപരമാക്കുന്നത്. ജീവിതത്തിൽ ഈ സമാധാനമാ ദൈവത്തിന്റെ മക്കൾ പ്രാപിക്കേണ്ടത്. ആ വലിയ സമാധാനം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരികയാണ്. റോമാലേഖനം 5-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. റോമർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിന് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം, പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് നിരക്കുക, അതാ സമാധാനം. നമ്മൾ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. പൗലോസിന്റെ പ്രസംഗം അതായിരുന്നു, നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. ദൈവത്തോട് നിരക്ക്, ദൈവത്തോട് രമ്യതയിലാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. കർത്താവിനോട് ഉള്ള സമാധാനത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. അപ്പം കത്തുന്ന ഉൾപ്പെടെ 2 ചിന്തകളാണ് മോശെ കൊടുക്കുന്നത്. ഒന്ന്, പ്രശ്നങ്ങളിൽ കൂടെ കടന്നാലും നീ വെന്തു പോകത്തില്ല മോശെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. 2, എന്താണ് സമാധാനം എന്ന് മോശയോട് പറയാണ്. എന്താണ് സമാധാനം പറയാണ്? സമാധാനം എന്ന് പറഞ്ഞാൽ നിന്റെ സാഹചര്യങ്ങളല്ല. നിനക്ക് ധനമുണ്ടോ, നീ പഠിപ്പുള്ളവനാണോ, നീ മിടുക്കനാണോ, ആരോഗ്യമുള്ളവനാണോ, ഒത്തിരി മക്കളുണ്ടോ, ഒത്തിരി സമ്പത്തുണ്ടോ, നല്ല ജോലിയുണ്ടോ, ഇതല്ല സമാധാനം. പിന്നെന്താണ് സമാധാനം? നീ കർത്താവിനോട് നിരന്നാണോ ജീവിക്കുന്നത്? ദൈവത്തോട് നിരന്നൊരു ജീവിതം നിനക്കുണ്ടോ? ഈ ജീവിതം ഇല്ലെങ്കിൽ നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നിനക്കൊരു സമാധാനവും ഇല്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. ഇങ്ങനെ മോശയെ ദൈവം വിളിക്കുക. മോശയെ വിളിച്ചിട്ട് ദൈവം പറയുന്നത്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. ദൈവം മോശയെ വിളിക്കുന്നതിന് ഒന്നാമത്തെ ഉദ്ദേശം പറയാണ്, കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. കാരണം നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. ദൈവ സാന്നിധ്യം എവിടെ ഉണ്ടോ അതൊരു വിശുദ്ധ ഭൂമിയായി തീരും. നമ്മുടെ വീടും ഒരു വിശുദ്ധമാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ദൈവം വസിക്കുന്ന ആലയം, ഈ പള്ളി ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതുപോലെ ദൈവ സാന്നിധ്യം ഉണ്ടാകേണ്ടതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം. കാരണം ദൈവത്തിൻ്റെ മറ്റൊരു പള്ളിയാണത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ പള്ളിയാണ്. എൻ്റെ വീട് ദൈവത്തിൻ്റെ പള്ളിയാണ്. ഞാൻ ആരാധിക്കുന്ന ദേവാലയം
ദൈവത്തിൻ്റെ പള്ളിയാണ്. ഇതെല്ലാം വിശുദ്ധമാകണമെന്ന്, ഇതെല്ലാം വിശുദ്ധമായി സൂക്ഷിക്കണം. ആ വിശുദ്ധിയെക്കുറിച്ച് ഓർപ്പിക്കാനാണ് എന്താണ് കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. കാലിൽ നിന്ന് ചെരുപ്പ് ഊരിയിട്ടിട്ട് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത്. കാരണം അതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, വിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. അതുപോലെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട എൻ്റെ ശരീരമുണ്ട്, എൻ്റെ ഹൃദയമുണ്ട്, എൻ്റെ വീടുണ്ട്. അതിനകത്ത് പാപം നിറച്ച് തിന്മ നിറച്ച് ജീവിക്കാൻ പാടില്ല. മോശയോട് പറഞ്ഞ ഊരിയെ കളഞ്ഞേക്കാനാ പറയുന്നത്. പിന്നെ അത് പോയി ഇട്ടേക്കരുത്. ചെരുപ്പ് കാലിൽ നിന്ന് ഊരിക്കളക. പള്ളി കയറുമ്പോൾ ചെരുപ്പോട് ഊരി ഇട്ടിട്ട് നമ്മൾ പള്ളി കയറി ആരാധന കഴിഞ്ഞിട്ട് പിന്നെയും പഴയ ചെരുപ്പിട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നു. പക്ഷെ അങ്ങനെയല്ല മോശയോട് പറയുന്നത്. അറിയാമോ, നിന്റെ കാലിൽ ചെരുപ്പ് ഊരിക്കളക, ഒരിക്കലും ഇട്ടേക്കരുത്. നീ ഇട്ട പാപത്തിന്റെ ചെരുപ്പ് ഒരിക്കലും ഇനി ഇട്ടേക്കരുത്. അപ്പൊ അതിന്റെ ആന്തരിക അർത്ഥം ഇതാണ്, പാപത്തിന്റെ പ്രവണതകളെ, പാപത്തിന്റെ സ്വഭാവങ്ങളെ, പാപത്തിന്റെ അവസ്ഥകളെ നീ ഊരിക്കളക. ദൈവം വിളിക്കുന്നു. മോശയെ സാന്ത്വനപ്പെടുത്തുകയായിരുന്നു ആദ്യം. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ആദ്യമേ ഒത്തിരി കാര്യങ്ങൾ പറയല്ല. എന്താണ്? നമ്മൾ ആശ്വസിപ്പിക്കാൻ ആദ്യം വിളിക്കും. സാന്ത്വനത്തിന്റെ സന്ദേശമാണ് രണ്ടെണ്ണം മോശി കൊടുത്തത്. എരുതിയിൽ കൂടെ പോയാലും നീ കത്തിപ്പോകത്തില്ല മോശ. എൻ്റെ സാന്നിധ്യം നിനക്ക് സമാധാനം തരുന്നത്. പിന്നെ മോശയെ വിളിക്കുകയാണ്, എന്താണ്? കാലിലെന്ന് ചെരുപ്പ് ഊരിക്കളക. പാപജീവിതത്തിന്റെ ചെരുപ്പ്, പാപപ്രവണതകളുടെ ചെരുപ്പ്. ചെരുപ്പല്ല ഊരിക്കളയേണ്ടത്. പിന്നെന്താണ്? പാപത്തിന്റെ അവസ്ഥകളാ ഊരിക്കളയേണ്ടത്. പാപത്തിന്റെ അവസ്ഥകളെ ഊരിക്കളയാനാ. പഴയ ചെരുപ്പിട്ടുകൊണ്ട് പിന്നെ വീട്ടിൽ പോകരുത്. പള്ളിയിലേക്ക് കയറുമ്പോൾ പഴയ ചെരുപ്പിട്ട് ഊരിക്കളഞ്ഞിട്ട് ഇങ്ങോട്ട് കയറും. പിന്നെ അത് കഴിഞ്ഞ് പഴയ ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നത് പോലെ അങ്ങനെയല്ല കാണേണ്ടത്. അറിയാമോ, പാപപ്രവണതകളെ ജീവിതത്തിൽ എന്നേക്കുമായി ഈ ചെരുപ്പ് ഊരിക്കളയണം. എന്നേക്കുമായി ചെരുപ്പ് ഊരിക്കളയണമെന്നാ പറയും. എന്ന് പറഞ്ഞ എന്താണ്? പള്ളിയിൽ നിൽക്കുമ്പോൾ നീ വിശുദ്ധിയോടെ നിൽക്കുന്നു, വീട്ടിൽ വേറെ രൂപം, നാട്ടിൽ വേറെ രൂപം. അത് പാടില്ല. പാപപ്രവണതകളെ എന്നേക്കും പള്ളി മാത്രമല്ല, അവിടെയാണ് ഞായറാഴ്ച മാത്രമല്ല, ആഴ്ച മുഴുവനും. പള്ളി മാത്രമല്ല, വീട്ടിലും നാട്ടിലും എല്ലാം വിശുദ്ധിയോടെ ജീവിക്കുവാൻ യേശു നമ്മളെ വിളിക്കും. അപ്പൊ ദൈവം നമ്മളെ വിളിക്കുന്നത് വിശുദ്ധിയിലേക്കാ. ഒന്നാമത്തെ വിളിയതാ. അത് നമ്മളെ വിളിക്കുകയാണ്, വിശുദ്ധിയിലേക്ക് നമ്മളെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. യെശയ്യാ പ്രവാചകന് കണ്ട ദർശനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായം നമ്മൾ വായിക്കുമ്പം പ്രവാചകന്റെ പ്രവചനം ഇതാണ്: നിങ്ങൾക്കയ്യോ കഷ്ടം. നാട്ടുകാരോടെല്ലാം പറയാണ്, നിങ്ങൾക്കയ്യോ കഷ്ടം. മദ്യപിച്ച് നടക്കുന്നവരെ നിങ്ങൾക്കയ്യോ കഷ്ടം. ദൈവകൽപ്പന അനുസരിക്കാത്തവരെ നിങ്ങൾക്കയ്യോ കഷ്ടം. ധാരാളം പറഞ്ഞ പ്രവാചകനാണ് യെശയ്യാ. അത് കഴിഞ്ഞാണ് യെശയ്യാവ് ദൈവദർശനം കണ്ടത്. ദൈവത്തെ കണ്ടത് അപ്പോഴാണ്. ദൈവത്തെ കണ്ടെന്നറിയാമോ? സാറാഫുകൾ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ യഹോവയാം ദൈവം ഇരിക്കുന്നു. സൗഫേൽ മാലാഖമാർ, സാറാഫുകൾ അവന് ചുറ്റും പറന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന മാലാഖമാർ. ഈ സംഭവം, ഈ കാഴ്ച കണ്ടു കഴിഞ്ഞ് യെശയ്യാവ് നിലവിളിച്ച്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ അരിഷ്ടം. അവിടെയാണ് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കും. ഇതുവരെ നിങ്ങൾക്കെന്നേ പറഞ്ഞോളൂ, ഇപ്പോഴേ പറയാണ് എനിക്ക് കഷ്ടം, എനിക്ക് കഷ്ടം. കാരണം ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്. ഒരു പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അവന്റെ വായ. ആ വാ കൊണ്ടാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്. ആ വാ കൊണ്ടാണ് പ്രവചിക്കുന്നത്. ആ വായിൽ നിന്നാണ് ദൈവവചനം പുറത്തേക്ക് വരുന്നത്. ആ വാ എന്താണ്? തിന്മ ചെയ്യാനും തിന്മ പറവാനും കള്ളം പറവാനും ഒക്കെ ഉപയോഗിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഏറെ സങ്കടപ്പെട്ടു. ഈ സങ്കടം ദൈവം വിളിക്കുന്നത് പ്രധാനമായും വിശുദ്ധിയിലേക്ക്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. വിശുദ്ധിയുടെ ആഹ്വാനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വിശുദ്ധിയുടെ സംഭവം നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബ് ദൈവം വിളിച്ചവനാണ്, ദൈവം തെരഞ്ഞെടുത്തവനാ.
പക്ഷെ യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം സൂത്രക്കാരൻ എന്ന. ആ പേര് അന്വർത്ഥമാക്കുമാറ് അവന്റെ പ്രവൃത്തിയെല്ലാം കബളിപ്പിക്കലായിരുന്നു. അവൻ സഹോദരനെ കബളിപ്പിച്ചു, പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം മേടിച്ചു. അത് കഴിഞ്ഞ് പിതാവായ ഇസ്ഹാക്കിന്റെ അടുത്ത് എന്നിട്ട് ഇവൻ കള്ളം പറഞ്ഞു, ഞാൻ ആരാണ്? കണ്ണ് കാണാത്തവനായ അപ്പനെ കളിപ്പിച്ച് പറഞ്ഞു, ഞാൻ ഏശാവാണ്. അപ്പ അനുഗ്രഹമെല്ലാം എനിക്ക് തരണം. അങ്ങനെ അനുഗ്രഹമെല്ലാം മേടിച്ചു, കബളിപ്പിച്ച് സഹോദരനെയും പിതാവിനെയും കബളിപ്പിച്ച് അനുഗ്രഹമെല്ലാം മേടിച്ച് അവൻ അമ്മാവനായ ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. നമ്മൾ എവിടെ വെച്ച് യാക്കോബിനെ കുറിച്ച് കണ്ടാലും അവൻ ഓടിപ്പോയി എന്നാ വായിക്കും. ഒരു ഓട്ടക്കാരൻ ഇങ്ങനെ ഓടുകയാണ്. എന്താ ഓടുന്നത്? പിടികൂട കൊടുക്കാതെ. ആർക്ക് പിടികൊടുക്കാതാണ്? മനുഷ്യനും പിടികൊടുക്കത്തില്ല, ദൈവത്തിനും പിടികൊടുക്കത്തില്ല. മനുഷ്യനും പിടികൊടുക്കാതെ ദൈവത്തിനും പിടികൊടുക്കാതെ അവരിങ്ങനെ പാപത്തിലൂടെ ഇങ്ങനെ ഓടുകയാണ്. ഒടുവിൽ അവന്റെ ഓട്ടമൊക്കെ ദൈവം അങ്ങ് നിർത്തി. എന്താണ്? തുടയുടെ തടത്തിൽ ദൈവം തൊട്ടു. അവൻ ഓട്ടമൊക്കെ നിന്നത് അവിടെയാണ്. ദൈവദൂതനോട് മൽപ്പെടുത്തി. നമ്മളെ സംഭവം വായിക്കുകയാണ്. ഒടുവിലെ ലാബാന്റെ വീട്ടിൽ നിന്ന് ഗ്രഹവിഗ്രഹങ്ങൾ മോഷ്ടിച്ച് തന്റെ ഭാര്യമാർ രണ്ടുപേര്, ലാബാന്റെ മക്കൾ റാഹേൽ, ലേയ, അവരൊക്കെയായിട്ട് ഓടി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് യാക്കോബിന് ഭയങ്കര പേടിയാ. എന്താ പേടി? എന്റെ സഹോദരനായ ഏശാവ് എന്നെ കണ്ടാൽ കൊല്ലും. മരണഭീതിയോടാ വരുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് തന്റെ കൂടെ ഉള്ളവരെയൊക്കെ അക്കരെ കടത്തിയിട്ട് യാബോക്കടവിന്റെ തീരത്ത് യാക്കോബ് ഏകനായി നിൽക്കുമ്പോൾ ഒരു ദൈവദൂതൻ വന്ന് യാക്കോബിനോട് മൽപ്പിടുത്തം. നേരം പുലരാറായിട്ടും മൽപ്പിടുത്തം തീർന്നിട്ടില്ല. ആ തീരാറായപ്പോ എന്താണ്? ദൈവദൂതനെ യാക്കോബ് മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്തുമാത്രം അനുഗ്രഹം കിട്ടി മനുഷ്യനാണെന്നറിയാം യാക്കോബ്. ഇത്രമാത്രം അപ്പന്റെ അനുഗ്രഹം എല്ലാം കിട്ടി, ജ്യേഷ്ഠാവകാശം കിട്ടി, ആടുമാടുകളുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, സ്വർണമുണ്ട്, പൊന്നുണ്ട്. എന്നിട്ട് പറയാന്നറിയാമോ? അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. എന്താണ് ഈ അനുഗ്രഹം എന്നറിയാമോ? യാക്കോബ് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയാണ്, എന്റെ ദൈവമേ, കബളിപ്പിച്ചും അന്യായമായും നേടിയെടുത്ത സമ്പത്തൊന്നും എനിക്ക് സ്വസ്ഥത തരുന്നില്ല. ഇന്നും പേടിച്ചോടി വരികയാണ്. എന്റെ സഹോദരനെ കൊല്ലുമോ എന്ന് പേടിച്ചു മരണഭീതിയാ എന്റെ ഉള്ളിൽ. ഒന്ന് കിടക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. നാലാം സംഗതി പറയാണ്, ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദാവീദ് പാടുകയാണ്, ധാന്യവും വീഞ്ഞും എണ്ണയും. യഹൂദന്മാരെ കൃഷിക്കാര്, അവർക്ക് ആ വർഷം ധാരാളം ധാന്യമുണ്ടായി, ഗോതമ്പുണ്ടായി, ധാരാളം എണ്ണ, ഒലിവിന്റെ കൃഷിയിൽ നിന്ന് ധാരാളം എണ്ണ കിട്ടി, മുന്തിരി കൃഷി ധാരാളം വീഞ്ഞു കിട്ടി. അത് കഴിഞ്ഞവർ കിടന്ന് ഉറങ്ങും. എന്തൊരു സമാധാനം അറിയാമോ? ഒത്തിരി വിളവുണ്ടായത്. അപ്പൊ കൃഷിക്കാർക്ക് അന്നുണ്ടായതിനേക്കാൾ വലിയ സന്തോഷം കർത്താവ് എനിക്ക് തന്നെന്ന് ദാവീദ് പറയാം. അത് ധാന്യം തന്നതല്ല, വീഞ്ഞ് തന്നതല്ല, എണ്ണ തന്നതല്ല, നീയാണ് സമാധാനം, നീയാണ് എൻ്റെ സമാധാനം. നിന്നോട് ചേർന്ന് ജീവിക്കുന്നതാണ് ജീവിതത്തിന്റെ ഒരേ ഒരു സമാധാനം. അതുകൊണ്ട് ദാവീദ് പറയണം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അത് യാക്കോബിനില്ല. അപ്പൊ യാക്കോബ് ഇപ്പം ദൈവദൂതനെ പിടിച്ചിട്ട് മുറുകെ പറയുന്നറിയാമോ? ഈ ആത്മീക അനുഗ്രഹത്തിന് വേണ്ടി സമാധാനം തരണമേ എന്നാണ്. പണമൊന്നും വേണ്ട, അതൊക്കെ ഉണ്ട്. ഒത്തിരി ആടുമാടുകളെയും തരണം, അതൊക്കെ ഉണ്ട് കർത്താവേ. അതല്ല പ്രശ്നം. എന്താണ്? എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. അപ്പൊ ലോകത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായാലും സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെടത്തില്ല. ലോകത്തിൽ ഒത്തിരി ധനം എനിക്കുണ്ട്, ഒത്തിരി സമ്പത്ത് എനിക്കുണ്ട്, നല്ല മക്കളുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ദൈവാനുഗ്രഹമില്ലെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് യാക്കോബിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അനുഗ്രഹിക്കണം. അപ്പൊ ദൈവദൂതൻ പറഞ്ഞു, അനുഗ്രഹിക്കാൻ ഒരു കാര്യം എന്തറിയാമോ? നിന്റെ പേരെന്താ? പേരറിയത്തില്ല ദൈവദൂതന്. പഴയ നിയമത്തിലെ ദൈവദൂതൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, അതാണ് തെയോഫനിയ, ദൈവത്തിന്റെ വെളിപ്പാടാണ്. അത് പുത്രനായ യേശുവാണ്. പുത്രനായ യേശുവാണ് പഴയ നിയമത്തിലെ ദൈവദൂതൻ. എപ്പോഴും
ആ ദൈവത്തിന് ഇറങ്ങി വരുന്ന, യേശുവിന്റെ പ്രകൃതം അങ്ങനെയാണ്, അത് ഇറങ്ങി വരുന്ന ദൈവമെന്ന്. അവൻ ഒരിടത്ത് ഇരിക്കും ദൈവമല്ല, അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. യേശു ഇറങ്ങിച്ചെല്ലുന്ന പള്ളിയായിരുന്നു, ഇറങ്ങിച്ചെല്ലുന്ന ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പള്ളി. അവനാണ്. ആ ദൈവത്തോട് പറയാണ്, ആ ദൈവം ചോദിക്കുകയാണ്, നിന്റെ പേരെന്താ? പേരറിയത്തില്ലേ? ഇവനെ അറിയത്തില്ല ദൈവത്തിന്. പേര് അവനെ കൊണ്ട് തന്നെ പറയിക്കണം. നീ തന്നെ ആ പേര് പറയണം. എന്താണ് പേരെന്നറിയാമോ? ആ പേരിനകത്ത് അവന്റെ പാപങ്ങളെല്ലാം ഉണ്ട്. കബളിപ്പിക്കലും സൂത്രക്കാരനും ചതിയനും ഒക്കെയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചറിയാമോ? നിന്റെ പാപം കർത്താവിനോട് പറയണം. നിന്റെ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. പാപങ്ങളെയൊക്കെ ഉള്ളിലിങ്ങനെ മറച്ചു വെച്ച് കൊട്ട കൊണ്ട് മൂടിയിട്ട് നീ എന്തെല്ലാം ആത്മീയത അഭിനയിച്ചാലും നിനക്ക് അനുഗ്രഹം കിട്ടത്തില്ല. ലോകപരമായി അനുഗ്രഹം കിട്ടാൻ യാക്കോബ് എന്നറിയാമോ? ഒന്നാമത് പായസം കൊടുത്ത് അനുഗ്രഹം മേടിച്ചവനാണ്. പായസം ജ്യേഷ്ഠന് കൊടുത്തപ്പോൾ എന്തോ കിട്ടി? ജ്യേഷ്ഠാവകാശം കിട്ടി. ദൈവത്തെ എങ്ങനെ കളിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വല്ലോ കൊടുത്തേക്കാം, കള്ളത്തരമോ കാണിച്ച് കുറെ പൈസ ദൈവത്തിന് കൊടുത്തേക്കാം, പള്ളി പണി കുറെ കാശ് കൊടുത്തേക്കാം, നല്ലത്. പക്ഷെ അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കത്തൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ നോക്കിയിട്ട്. കുറെ കാശ് കൊടുത്താൽ ദൈവം ഒന്നും അനുഗ്രഹിക്കത്തില്ല. പായസം കൊടുത്ത് അനുഗ്രഹം മേടിക്കാൻ ദൈവം ചോദിക്കുന്നു, അതൊക്കെ നല്ലത്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്തറിയാമോ? നിന്റെ പാപമേറ്റ് പറ. ഉള്ളിക്കിടക്കുന്ന പാപത്തെ നീ സമ്മതിച്ച് വിശുദ്ധ കുംഭസാരത്തിലൂടെ കർത്തൃസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ മാത്രമേ ഉയരത്തിന്റെ അനുഗ്രഹം നിന്നിലേക്കും നിന്റെ വീട്ടിലേക്കും വരത്തുള്ളെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ അനുഗ്രഹം കിട്ടുന്നൊരു വഴിയാണ്, എന്താണ്? ഈ വേഷമൊക്കെ മാറി ചെന്നാൽ മതി. അപ്പൻ്റെ അടുത്ത് യാക്കോബ് ഏശാവിന്റെ രൂപത്തിലൊക്കെ ചെല്ലുക. ദേഹത്തൊക്കെ കുറെ കമ്പിളി രോമങ്ങൾ വെച്ച് കെട്ടി, ആടിന്റെ രോമമൊക്കെ വെച്ച് കെട്ടി, ഈ സൗണ്ടൊക്കെ ഒന്ന് മാറ്റി എന്താണ് ചെല്ലുകയാണ്. ഇത് കപടഭക്തിയാണ്. ഉള്ളി പാവമാണ്, പക്ഷെ എന്താ പുറമെ ഭയങ്കര ഭക്തി പ്രകടനങ്ങൾ മനുഷ്യനെ കാണിക്കാം. പക്ഷേ ദൈവത്തെ വല്ലതും കാണിക്കാൻ പറ്റുമോ? ദൈവത്തെ കളിപ്പിക്കാൻ വല്ലതും പറ്റുമോ? ഉള്ളിൽ ഭയങ്കര പാപം വെച്ചോണ്ട്, ഏറ്റുപറയാത്ത പാപങ്ങൾ വെച്ചോണ്ട്, പാപത്തിനെ തുടർന്നുകൊണ്ട് ബാഹ്യമായി ഭക്തിയുടെ വേഷമണിഞ്ഞ് നിനക്ക് വരാം, പക്ഷെ അനുഗ്രഹം കിട്ടത്തില്ല. ഇതൊക്കെ യാക്കോബ് അനുഗ്രഹം മേടിച്ച കപട വഴിയാ. പക്ഷെ ഇന്ന് ദൈവദൂതൻ പറയാണ്, അനുഗ്രഹത്തിന് ഒറ്റ വഴിയുള്ളൂ. എന്താണ്? നിന്റെ പേരെന്താ? അന്ന് യാബോ കടവിന്റെ തീരത്ത് വെച്ച് ഒരു അനുഗ്രഹീതമായ കുംഭസാരം നടന്നു. ഏറ്റവും അനുഗ്രഹീതമായ കുംഭസാരം നടന്നു. യാക്കോബിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച കുംഭസാരമാ. ആ കുംഭസാരം നമുക്കറിയാം. ആ മൽപ്പിടുത്തത്തിന്റെ ഇടയ്ക്കാണ് ദൈവദൂതൻ യാക്കോബിന്റെ തൊടയുടെ തടത്തിലൊന്ന് തൊട്ടു. ഉളുക്കിപ്പോയി. ഓടിയവൻ, പിടികൊടുക്കാതെ ഓടിയവൻ. ഇനി ഓടിയാലും നമുക്ക് ആളിനെ അറിയാം, ആരാ ഓടുന്നോന്നറിയാം. കാരണം അവന്റെ ഓട്ടം കാണുമ്പോൾ അറിയാം അത് യാക്കോബാണല്ലോ എന്നറിയാം. ഇനി മതിൽ ചാടാൻ പറ്റത്തില്ല, ഓടാൻ പറ്റത്തില്ല, കളിപ്പിച്ചിട്ട് ഓടാൻ പറ്റത്തില്ല. എന്താണ്? ദൈവം തൊട്ടു. ദൈവം ഒന്ന് തൊടുക. ദൈവം തൊടുമ്പം ചിലർക്ക് ചില അടയാളങ്ങൾ കൊടുക്കും. ചില അടയാളങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട്. യാക്കോബിന് അവസാനം കൊടുത്ത അടയാളം പിടിക്കാൻ ഒത്തിരി ശ്രമിച്ചതാ. ഒടുവിൽ എന്താണ്? ഒരു വിധത്തിലും പിടിക്കാൻ പറ്റുന്നത് കണ്ടപ്പോഴാണ് എന്താണ്? തോടെ അങ്ങ് ഉളുക്കിക്കളഞ്ഞത്. ഈ വരാലിനെ പിടിക്കുന്ന പോലെ ആദ്യമൊക്കെ പല രീതിയിൽ പിടിക്കാൻ നോക്കും. വീശി പിടിക്കാൻ നോക്കും, പിന്നെ ഒറ്റാനിട്ട് പിടിക്കാൻ നോക്കും. ഒന്നും പറ്റിയില്ല, പിന്നെ വെട്ടിയാണെങ്കിലും അങ്ങ് പിടിക്കും. ദൈവം നമ്മളെ പിടിക്കും എന്നേലും. ദൈവം നമ്മളെ സ്വന്തമാക്കണം. അവൻ്റെ ആകണം നമ്മൾ. അവൻ ആദ്യം നമ്മളെ വലവീശിയൊക്കെ പിടിക്കും, ഒറ്റാലിട്ട് പിടിക്കും. ഒടുവിൽ രക്ഷയില്ലെന്ന് വരുമ്പോഴാണെന്ന് വെട്ടിയെങ്കിലും പിടിക്കുന്നത്. എന്താണ്? എന്നാലെങ്കിലും നീ എൻ്റേതൊന്നാക, എന്നാലെങ്കിലും നീ പാപത്തിൽ നിന്നൊന്ന് വാ. അപ്പൊ ദൈവം നമ്മളെ പിടിക്കുന്ന വിധങ്ങളായി. അപ്പൊ യാക്കോബ് ദൈവദൂതനോട് പറഞ്ഞു, എന്റെ പേര് യാക്കോബെന്നാ, എന്റെ പേര് യാക്കോബെന്നാ. ഇതാ കുംഭസാരം. അവന്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവദൂതൻ പറയാണ്, യാക്കോബേ, ഇനി നിന്റെ പേര് ഞാനങ്ങ് മാറ്റുക. ഇനി ആരും ആ പേര് വിളിക്കരുത്. അവനെ ഒരു പുതിയ നാമം തരാം, അത് ഇസ്രയേൽ. ദൈവ അനുഗ്രഹങ്ങളുടെ പ്രഭു, ദൈവത്തിന്റെ പ്രഭു എന്നർത്ഥമുള്ള ഇസ്രയേൽ എന്ന നാമം കൊടുത്തു. അനുഗ്രഹങ്ങളുടെ അവകാശിയാ നീ. അനുഗ്രഹങ്ങൾ നിന്നിലേക്കാ, അനുഗ്രഹങ്ങൾ നിന്റെ വീട്ടിലേക്കാ. എന്നറിയാമോ? നീ സമ്മതിക്കണം, ഐ എം എ സിന്നർ, ഞാനൊരു പാപിയാണ്.
ദൈവം നമ്മളെ വിളിക്കുന്ന പ്രധാനമായിട്ടും വിശുദ്ധ ജീവിതത്തിനാണ്. ദൈവം വിളിക്കാതിരിക്കുന്നില്ല, വിളിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, വ്യത്യസ്ത സംഭവങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ ഒരുപക്ഷെ ഒരു പാട്ട് കേട്ടതായിരിക്കാം, ഒരു തിരുവചനം കേട്ടതായിരിക്കാം, ഒരു മരണമായിരിക്കാം. നമ്മളെ കുലുക്കുന്നില്ല ഇതൊന്നും. അനേക ദുരന്തങ്ങളുടെ ജീവിതത്തിൽ അത് നമ്മളെ കുലുക്കാറില്ലേ? കുലുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പം ദൈവം വിളിക്കും. മോശയെ മോശെ എന്ന് വിളിച്ചു പോലെ. മോശ നേരിട്ട് വിളിച്ചൊന്നുമല്ല. മോശ കണ്ടു ഒരു മുൾപ്പടപ്പ് കത്തുന്നത്, അത് കാണാതെ പോകാമായിരുന്നു. പക്ഷെ മോശ എന്താണ്, ഞാൻ നോക്കട്ടെ, എന്താണ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ മുൾപ്പടപ്പിന് നടുവിൽ യഹോവ പ്രത്യക്ഷനായി മോശെ മോശെ എന്ന് വിളിച്ചതാ. ഇതുപോലെ ദൈവം നമ്മളെ വിളിക്കുന്ന വ്യത്യസ്തമായ സംഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്, പാപജീവിതത്തിന്റെ ചെരുപ്പ് ഊരി കർത്തൃസന്നിധിയിലേക്ക് വരിക എന്നതാണ്. രണ്ടാമതായിട്ട്, ആത്മീയ മരവിപ്പിന്റെ ചെരുപ്പ്. മോശയുടെ പ്രശ്നം ആത്മീയ മരവിപ്പ്. ഒത്തിരി ആത്മീക മരവിപ്പ്, മരവിച്ചു പോയൊരു ഹൃദയം. എന്തേ മരവിച്ചു പോയത്? ഓരോ വ്യക്തികളും അവരുടെ തൊഴിൽ മേഖലകളിൽ ആദ്യമായി ജോലി പ്രവേശിക്കുന്ന ദിവസം, അത് പുരോഹിതനാകട്ടെ, ഡോക്ടർ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാകട്ടെ, അവർക്കൊക്കെ എന്താണ്, ആ ജോലിയെക്കുറിച്ചൊരു എരിവുണ്ട്, താല്പര്യമുണ്ട്, എങ്ങനെ ചെയ്യണം. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ എന്താണ്, വ്യത്യസ്ത അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ, പ്രയാസങ്ങൾ, മറ്റുള്ളവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഒക്കെ കാണുമ്പോൾ എന്താണ്, ഇനിയും ഒരു കാര്യമൊന്നുമില്ല, എങ്ങനെയും അങ്ങ് പോയാൽ മതി എന്നൊരവസ്ഥയിലേക്ക് മനസ്സ് മരവിക്കാൻ തുടങ്ങും. ഈ മോശയുണ്ടല്ലോ, അവന്റെ ആത്മീക ജീവിതത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയവനാ. അവൻ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിപ്പാൻ ഇറങ്ങി തിരിച്ചവനാ. ഇപ്പം മനസ്സൊക്കെ മരവിച്ചു. അതുകൊണ്ട് ഈ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്നു. മനസ്സങ്ങ് മരവിച്ച് എന്താണ്, ഇവന്മാരെ ഒന്ന് നന്നാക്കുന്ന പരിപാടിക്കൊന്നും ഞാനിനി ഇല്ല എന്ന് മോശ തീരുമാനിച്ചതാണ്. കാരണം എന്താണ്, അവനെ നന്നാക്കാൻ ചെന്നപ്പോ അവൻ ചോദിക്കുക, അവനെ കൊന്നതുപോലെ ഈ ഞങ്ങളെ കൊല്ലാനാണോ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ മോശ ഓടിയത് വെറും ഭയം കൊണ്ട് മാത്രമല്ല, എന്താണ്, മനസ്സ് മടുത്തുപോയി, നിരാശപ്പെട്ടു പോയി. ഇങ്ങനെ നിരാശപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ തൊഴിൽ മേഖലയിൽ തന്നെ നിരാശപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. അവിടെയാണ് നല്ലവണ്ണം പ്രവർത്തിക്കണം, നല്ലവണ്ണം ജോലി ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ. പക്ഷെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെയുള്ള തിക്താനുഭവങ്ങൾ വന്നപ്പോ എന്താണ്, ഇനി എന്തേലും അങ്ങ് ചെയ്താൽ മതി എന്ന് ഉള്ളതിൽ അവിടെയാണ് നിരാശപ്പെട്ട ഒത്തിരി പേരുണ്ട്. പക്ഷേ ദൈവം എന്നെ ജോലിക്കാക്കിയെങ്കിൽ എന്നെ നിയമിച്ചത് എൻ്റെ കർത്താവാ. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കർത്താവിന് എന്ന വണ്ണം ഞാൻ ചെയ്യണം. അത് പഠിപ്പിക്കുന്ന അധ്യാപകരാകട്ടെ, ഏത് ജോലി ചെയ്യുന്നവരാകട്ടെ, ദൈവമാണ് എന്നെ നിയമിച്ചത്. എന്നെ നിയമിച്ചത് മറ്റാരും എൻ്റെ കർത്താവാണ്. ഞാൻ ഇന്ന് ഈ ജോലി ചെയ്യേണ്ട സ്ഥാനത്താക്കിയത്. ആ കർത്താവിന് വേണ്ടി ഞാനത് വിശ്വസ്തയോടെ ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് ഞാനത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. അപ്പൊ ദൈവം ഏൽപ്പിച്ചത്, ദൈവത്തിന് വേണ്ടി ഏറ്റവും ഭംഗിയായിട്ട് ഞാനത് ചെയ്യണം. മനസ്സ് മരവിച്ചു പോകാൻ ഇടയാകരുത്. ആത്മീയ ജീവിതത്തിൽ തളർന്നുപോയ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവ് കേട്ടില്ല, അവിടെ സങ്കടപ്പെട്ടു പോയി, ഇനി പ്രാർത്ഥന വേണ്ട. അതുപോലെ ഒരു മരണം, ഒരു ദുരന്തം, ഒരു രോഗം ഒത്തിരി പേരെ ദൈവസന്നിധിയിൽ നിന്നൊക്കെ അകറ്റി കളഞ്ഞിട്ടുണ്ട്. ഏറെ പ്രാർത്ഥിച്ചു, ഏറെ ആഗ്രഹിച്ചു, പക്ഷേ തിക്താനുഭവങ്ങൾ, ഇപ്പൊ ദേവാലയങ്ങളുണ്ടായ തിക്താനുഭവങ്ങളായിരിക്കാം, ഉന്നതരായ ആളുകൾ എന്നുള്ള തിക്താനുഭവങ്ങളാകാം. ഇതുപോലെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ അനേകരെ ആത്മീക ജീവിതത്തിൽ നിന്ന് വലിച്ചു മാറ്റി നിരാശയിലും ഭാരത്തിലും ജീവിക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തുണ്ട്. മോശേ, ആ ആത്മീക മരവിപ്പിന്റെ ചെരുപ്പ് ഊരിയിട്ടിട്ട് നീ ഇങ്ങോട്ട് വാ. ആ മരവിപ്പിന്റെ ചെരുപ്പുണ്ടല്ലോ, ഊരിക്കള, നീ ഇങ്ങോട്ട് വാ. നിന്റെ ഹൃദയത്തിൽ ഞാൻ ചൂട് തരാം, ചൂട് പിടിപ്പിക്കുന്ന ഒരു ഹൃദയം നിനക്ക് തരാം. ബെഥേസ്ദാ കുളക്കരയിലെ രോഗിയെക്കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ബെഥേസ്ദാ എന്ന കുളം, അവരുടെ വിശ്വാസം ഇതാണ്, ഒരു ദൈവദൂതൻ ഇടയ്ക്ക് വന്ന കുളം ഒന്ന് കലക്കും. അപ്പോൾ ആദ്യം ഇറങ്ങുന്ന രോഗി ഏത് രോഗം വന്നവനാണേലും അവന്റെ രോഗം സൗഖ്യമാകും. ഈ കുളത്തിന്റെ ഇളക്കം കാത്ത് ധാരാളം ആളുകൾ ആ കുളക്കരയിൽ തമ്പടിച്ചിട്ടുണ്ട്. യേശു ഒരാളെ കണ്ടു,
38 വർഷമായിട്ട് ആ കുളക്കര ഇരിപ്പുണ്ട്. അവൻ ഇതുവരെയും കുളത്തിൽ ഇറങ്ങിയില്ല. കാരണം എന്താണ്? അവൻ ആദ്യമൊക്കെ ആരും കൂടില്ല അവൻ്റെ കൂടെ. മറ്റുള്ളവരോടൊക്കെ അസിസ്റ്റന്റ്മാരൊക്കെ ഉണ്ട്, അസിസ്റ്റന്റായ ആളുകളുണ്ട്. അവരൊക്കെ എന്താണ്, ആ കുളം അങ്ങോട്ട് ഇളങ്ങുന്ന ഉടനെ തന്നെ ഈ രോഗിയെ പൊക്കിയെടുത്ത് കയറി. അപ്പോൾ ഒരു കുളത്തിൽ വീഴും. അപ്പോൾ മറ്റവരൊക്കെ പെയ്യെ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, ഇവൻ വീണ് കഴിയും, വീഴുന്നവൻ സൗഖ്യമാവും. ഇവൻ ഈ 38 വർഷമായിട്ട് കിടക്കുന്ന എന്താണ്, കൂടെ ആരുമില്ല. പെയ്യെ നിരങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, ആളിറങ്ങി കഴിയും. ഒടുവിൽ എന്താ വിചാരിച്ചത് അറിയാമോ? ഇനി സൗഖ്യമാകാനൊന്നും പറ്റത്തില്ല. ഞാൻ ചിന്തിച്ചു, ഈ സൗഖ്യമാകാനൊന്നും പറ്റത്തില്ല. എന്താണ്, ഇനി ഇവിടെ എങ്ങാനൊക്കെ എങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞു കൂടാ. അവൻ അവിടെ നിന്ന് കൊച്ചു കമ്പുകളൊക്കെ എടുത്ത് എന്താണ്, ഒരു കൊച്ചു ഒരു കുടില് പോലൊക്കെ ഉണ്ടാക്കി ആ കുടിലിരുന്ന് സാറേ വല്ലതും തരണേന്നൊക്കെ പറഞ്ഞ് വരുന്നവരുടെ കയ്യിൽ നിന്ന്, കുളം കാണാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് ചില്ലിപ്പൈസയൊക്കെ മേടിച്ച് വെല്ലമൊക്കെ തിന്നും കുടിച്ചുമൊക്കെ അവൻ അവിടെ കഴിയുക. യേശു ചോദിച്ചു, എന്താ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? സൗഖ്യമാകാൻ നിനക്കൊരു മനസ്സുണ്ടോ? ഒരു നിസ്സംഗതയിൽ മനസ്സ് മരവിച്ചവന് സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ആദ്യ നാളുകളിലൊക്കെ, ആദ്യ വർഷങ്ങളിലൊക്കെ സൗഖ്യമെന്ന് ആഗ്രഹിച്ചവൻ ഇപ്പൊ എന്താണ്, ഇപ്പൊ സൗഖ്യമേ വേണ്ട, സൗഖ്യം ചിന്തിക്കുന്ന പോലുമില്ല. യേശു ചോദിക്കുകയാണ്, യേശുവിന് അവനെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. കാരണം അറിയാമോ? മനസ്സില്ലെങ്കിൽ. ഒരു മനസ്സില്ലാത്തവനെ യേശുവിന് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു അവനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിനക്കൊരു മനസ്സുണ്ടോ? നിനക്കൊരു ആത്മീക ജീവിതത്തിന്റെ താല്പര്യമുള്ള മനസ്സുണ്ടോ? നിനക്കൊരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരാൻ മനസ്സുണ്ടോ? നിനക്കൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരാൻ മനസ്സുണ്ടോ? നിനക്കൊരു നല്ല പിതാവായി തീരാൻ മനസ്സുണ്ടോ? നിനക്കൊരു നല്ല അമ്മയായി തീരാൻ മനസ്സുണ്ടോ? ഈ മനസ്സുണ്ടെങ്കിൽ കർത്താവിന് കഴിയും. കർത്താവിനെല്ലാം സാധ്യമാണ്. ഈ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുക. മരവിച്ച ഒരുവൻ. ഒരു രസകരമായ കഥ കേട്ടിട്ടുണ്ട്. അതൊരു ആനക്കുട്ടിയെ കുറിച്ചാണ്. ഒരു സർക്കസ് കൂടാരത്തിൽ ആനയെ കൊണ്ടുവന്നു. എന്നിട്ട് ആനയെ ആദ്യമായിട്ടൊരു ഇരുമ്പ് കുറ്റിയേല് വലിയ ചെങ്ങല കൊണ്ട് ആനയെ ബന്ധിച്ചു. അന്ന് തൊട്ട് ആന ഇങ്ങനെ വലിച്ചു നോക്കുക, എന്താണ് ഈ കുറ്റി, ഈ കുറ്റി അളക്കാൻ പറ്റുമോ, ചെങ്ങല പൊട്ടിക്കാൻ പറ്റുമോ എന്ന് കുറേ നോക്കും. ഒടുവിൽ ആനയ്ക്ക് മനസ്സിലായത് നടക്കത്തില്ല. ഒടുവിൽ പിന്നെ ആനയെ കെട്ടിയത് വെറും ഒരു മുളംകുറ്റിയല്ല, വെറും ഒരു ചരട് കൊണ്ട്, മുളംകുറ്റിയെ വെറും ഒരു കയറ് കൊണ്ട് ആനയെ കെട്ടിയിട്ട് ആന വലിക്കത്തുമില്ല, ആന പോകാൻ ശ്രമിക്കത്തില്ല. കാരണം എന്താണ്, ആന വിചാരിച്ചെന്താണ്, ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ചു. ഇതുപോലെ മനസ്സുമടുത്ത ചില സംഭവങ്ങൾ, ചില പ്രതികൂലങ്ങൾ അനേകരുടെ മനസ്സ് മരവിപ്പിച്ചിട്ടുണ്ട്. മനസ്സും അടുത്തു പോകരുത്. മോശെ മനസ്സും അടുത്തു പോകരുത്. 40 വർഷക്കാലം നീ മരുഭൂമിയില് നല്ലൊരായുഷ്കാലം ചെലവഴിച്ച് കളഞ്ഞെങ്കിലും ഇനിയുമുണ്ട് സാധ്യതകൾ. അത് കഴിഞ്ഞല്ലേ മോശ എന്ന വിമോചകനെ നമ്മൾ കണ്ടത്. മോശ എന്ന വിമോചകനെ കണ്ടത് അത് കഴിഞ്ഞ. ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്ന സാധ്യതകൾ. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റും. ദൈവത്തിന് നിന്നെ മാറ്റിമറിക്കാൻ പറ്റും. ഇതാണ് മോശയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന അനുഭവം. ഇപ്പൊ രണ്ടാമത്തെ ചെരുപ്പ് ആത്മീക മരവിപ്പിന്റെ ചെരുപ്പാ. മൂന്നാമത്തേത് സ്വയ ആശ്രയത്തിന്റെ ചെരുപ്പാ. മോശ ഒരു സ്വയ ആശ്രയത്തിലൊക്കെ പലപ്പോഴും ആയിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല മോശ ഈ മിസ്രൈമിനെ അടിച്ചു കൊല്ലാനൊക്കെ പോയത്. സ്വയം അങ്ങ് വിമോചകനാവുകയാണ്. സ്തേഫാനോസ് മാഷ് പ്രസംഗിക്കുന്നുള്ളതാണ്, അവർ എന്നെ ഒരു വിമോചകനായി കാണുമെന്ന് വിചാരിച്ച് മോശ വിമോചിപ്പിക്കാനായിട്ട് ചെന്നെന്ന. ഇവരെന്നെ എന്താണ് ഒരു വിമോചകനാകുമെന്നൊക്കെ വിചാരിക്കും എന്ന് ചിന്തിച്ച് മോശ ഇറങ്ങി. സ്വയ ആശ്രയമായിരുന്നു. സ്വയ ആശ്രയം മോശയ്ക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെതായ കഴിവും അതിൻ്റെതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൻ്റെതായിട്ട് മോശയ്ക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മോശ പറയാണ്, ഞാൻ വിക്കനാണ്, കഴിവില്ലാത്തവനാണ്. സ്വയാശ്രയങ്ങളെല്ലാം തകരുകയാണ്. മോശയ്ക്ക് അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുണ്ട്. ഒരു മിസ്രയീമിനായിട്ട് വളർന്നു, ആയുധ പരിശീലനമുണ്ട്, എല്ലാം മികവുമുണ്ട്. എന്താണ് പക്ഷെ മോശ എന്താണ് ഒരു സ്വയം ആശ്രയത്തിലേക്ക് വീഴുകയാണ്. പക്ഷെ മോശ ഇപ്പോൾ ഉണ്ടല്ലോ 40 വർഷക്കാലം മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. ആടുകളെ മേയിച്ചെന്ന് പറഞ്ഞ ദൈവം നടത്തിയൊരു വഴിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട്. നമുക്കറിയാൻ വയ്യാത്തൊരു നടത്തിപ്പുണ്ട്. അവിടെയാണ് മോശ എല്ലാറ്റിലും തന്റെ സഹോദരന്മാർക്ക് സദൃശനായി തീരേണ്ടിയിരുന്നു എന്ന സ്തേഫാനോസിന്റെ പ്രസംഗം.
സഹോദരന്മാരാരാണ്? മിസ്രയീമ്യർ, ഇസ്രയേൽക്കാരാ. ഇസ്രയേൽക്കാരെന്ന് പറഞ്ഞാൽ എന്നാ? ആട്ടിടയന്മാരാ. ഒരു മിസ്രയീമിന്റെ ജോലിയല്ല ആട്ടിടയൻ. ഇസ്രയേൽക്കാരല്ല, ആട്ടിടയന്മാരാ. മോശ മരുഭൂമി കൂടെ ദൈവം നടത്തിയ 40 വർഷം എന്ന് പറഞ്ഞാൽ പരിശീലനമായിരുന്നു. എന്താണ്? അവൻ എല്ലാറ്റിലും സഹോദരന്മാർക്ക് സദൃശനായി തീരണമായിരുന്നു. ഒരാട്ടിടയനെ പോലെ ആകണമായിരുന്നു. തന്റെ മിസ്രയീമ്യ സ്വഭാവങ്ങൾ മുഴുവൻ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞിട്ട് എന്താണ്? അവനൊരു തനി ഇസ്രയേൽക്കാരനായിട്ട് മാറണമായിരുന്നു. അതിനുവേണ്ടി ഒരു പരിശീലനം മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് മോശ പിന്നെ അറിയുന്നത്. 40 വർഷം നഷ്ടപ്പെട്ടെന്നൊക്കെ ചിന്തിക്കും. നമ്മുടെയും കുറെ വർഷങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? കുറെ നാളുകൾ വെറുതെ പോലും ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ എന്താണ്? ദൈവത്തിന്റെ ഒരു നടത്തിപ്പാണ് ആ സംഭവങ്ങളൊക്കെ. അവന്റെ മിസ്രയീമ്യ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ട് അവൻ തനി ഇസ്രയേൽക്കാരനായി സഹോദരന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. സ്വയ ആശ്രയത്തിന്റെ ചെരുപ്പ് ഊരിക്കളയുവാൻ മോശയോട് ദൈവം പറയുക, നിനക്ക് എന്തൊക്കെയുണ്ട് അതെല്ലാം കള, കയ്യിൽ ഇപ്പോൾ ഒരു കൊച്ചു വടി മാത്രം, ഉള്ളതെല്ലാം പോയിട്ട് കയ്യിൽ ഇപ്പോൾ ഒരു വടി. മോശയെ നിനക്ക് എന്തുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ വടിയേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ കൊച്ചു വടിയേ ഉള്ളൂ. എന്തെല്ലാം ഉണ്ടായിരുന്നവനറിയാം, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഒന്നുമില്ല. എന്താണ്? ഇപ്പൊ ഒരു വടിയുണ്ട്. ആ വടി മതി. നിനക്കുള്ളതിൽ കൂടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സ്വയം ആശ്രയങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുമെങ്കിൽ നിന്റെ ബലഹീനതയിലൂടെ ദൈവം ബലകരമായ പ്രവർത്തനങ്ങൾ നടത്തും. ദൈവം നിന്നെ ശക്തിയായിട്ട് ഉപയോഗിക്കും. നീ വടി നീട്ടിയ ചെങ്കടൽ മാറും. നീ വടി നീട്ടിയാൽ അത്ഭുതങ്ങൾ നടക്കും, ബാധകൾ ഉണ്ടാകും. നീ വടി നീട്ടി ദൈവജനത്തെ നയിച്ചുകൊണ്ട് പോകും. ദൈവം മോശയെ ഉപയോഗിക്കുന്ന അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ നമ്മൾ അവിടെ കാണുകയാണ്. ഈ 3 സംഭവം നമ്മൾ കാണുന്ന ഈ സംഭവം ചില വിലപ്പെട്ട പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം വിളിക്കുന്നു മനുഷ്യനെ. ദൈവം മനുഷ്യരെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. എങ്ങനെ വിളിക്കുന്നത്? ഈ സാധാരണ സംഭവങ്ങളിൽ കൂടെ. സാധാരണ സംഭവങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ലോക ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ദൈവവിളി തിരിച്ചറിയുന്നുണ്ട്. അതിലെ ഒരു ശ്രദ്ധിക്കുമ്പോൾ ദൈവം നിശ്ചയം വന്ന് വിളിക്കും. മോശയെ മോശയെന്ന് വിളിച്ച പോലെ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. ദൈവം വിളിക്കുമ്പോൾ ഒന്നാമത് സാന്ത്വനിപ്പിക്കാനാണ് വിളിക്കും. എൻ്റെ അടുത്ത് വാ, ആശ്വാസം തരാം. കർത്താവ് നമ്മളെ വിളിക്കുന്നത് ആദ്യം ഭാരമേറിയ കാര്യങ്ങൾ ഏൽപ്പിക്കാനല്ല. ശിഷ്യന്മാർ രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചു, ഒരു മീൻ പോലും കിട്ടിയില്ല. കരയോട് കയറി വന്നപ്പം എന്താണ്? വഴക്ക് പറഞ്ഞു. ഇല്ല, കുഞ്ഞുങ്ങളെ വരുവീൻ, എന്താ പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ, ഒന്ന് ആശ്വസിക്കുക. ദൈവം ഈ ആശ്വാസം തരാൻ വിളിക്കുന്നു. ഒന്നാമത് ആശ്വസിപ്പിക്കാനാണ് വിളിക്കും. അവൻ തരുന്ന ആശ്വാസം ഇതാണ്: നീ പ്രശ്നങ്ങളിൽ കൂടെ കടന്നാലും വെന്തു പോകത്തില്ല കുഞ്ഞെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എൻ്റെ സാന്നിധ്യമാണ് സമാധാനം. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ സമാധാനം. അത് നിരപ്പെന്ന അതിന്റെ വാക്ക്, നിരപ്പ്. ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. പൗലോസിന്റെ പ്രസംഗം ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. ദൈവത്തോട് നല്ല ബന്ധത്തിലാകണം ജീവിതം. പിന്നെന്തോ വന്നാലും പേടിക്കണ്ട. എന്താണ്? നീ ദൈവത്തിൻ്റെതല്ലേ, ദൈവത്തിൻ്റെ സ്വന്തമല്ലേ, അതാണ് സമാധാനം. പിന്നെ മോശയെ ദൈവം ചില വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക, പാപജീവിതത്തിൽ നിന്ന് വിളിക്കും, പാപജീവിതം വിട്ടുവാ. രണ്ടാമതായിട്ട് മരവിപ്പിന്റെ നിസ്സംഗതയുടെ ജീവിതത്തിൽ നിന്ന് വാ. മൂന്നാമതായിട്ട് സ്വയ ആശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് വാ. നമ്മുടെ ജീവിതങ്ങൾ ഈ അനുഭവങ്ങളിൽ ഉറപ്പിക്കുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമേനി കവനം നാളും തവ ജീവനെ തന്നവനിനിമേലും കൃപയാ നടത്തുമെന്നെ. കൃപയൊന്നൻ ആശ്രയമാ, കൃപയൊന്നൻ
ഏതിരുയർന്നാലും കൃപമതിയൻ നാളു. വൈരികൾ വന്നാലും ഏതിരുയർന്നാലും കൃപമതിയൻ നാളു. സ്നേഹവാനായ സ്വർഗസ്വപിതാവേ, ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവം എന്നെ വിളിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, മരുഭൂമിയിലൂടെ ഞങ്ങൾ നീങ്ങുമ്പോൾ ഇതിനപ്പുറത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ഹോറേബുണ്ടെന്ന് വിശ്വസിപ്പാനായിട്ട് കൃപ തരണമേ. ആ ഹോറേബിൽ വെച്ച് മോശ കണ്ട അത്ഭുതകരമായ സംഭവങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, കർത്താവെ, ഇതുപോലെ എരുതിയിൽ കൂടെ കടന്നുപോയാലും വെന്തുപോകാതെ വണ്ണം താങ്ങുന്നൊരു കരം ഞങ്ങൾക്കുണ്ട് എന്ന് അറിയുന്നു. ആ കരത്തിൽ സമർപ്പിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടാകണമേ. എപ്പോഴും നിന്നോട് നിരക്കുവാൻ ഇടയാകണമേ. പാപജീവിതം വിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരന്ന് സകല അനുഗ്രഹങ്ങളും പ്രാപിപ്പാനായിട്ട് ഞങ്ങൾക്കിടയാകണമേ. ദൈവമേ, എല്ലാ മരവിപ്പുകളെ, നിസ്സംഗതകളെ ഒക്കെ ഞങ്ങളിന്ന് മാറ്റിയിട്ട് ഒരാത്മീക ജീവിതത്തിൻ്റെ ചൂട് പരിശുദ്ധാത്മാവിലൂടെ ഹൃദയങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വയാശ്രയങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ, കൃപകൾ നടക്കുന്നത് ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ വലിയ കൃപയിലേക്ക് ഞങ്ങളെ നടത്തണമേ. സകലതും ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമഹത്വത്തിനായിട്ട് തന്നെ.